1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം. ഈ വചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. സങ്കീർത്തനങ്ങൾ നാം വായിച്ചു. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. സ്തോത്രം. അവൻ ഇന്ന് പകലിൽ അല്പസമയം ഈ സ്തോത്രത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പിന്നെ മെസ്സേജിൻ്റെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ സ്തോത്രം. എന്താണ് സ്തോത്രം? ധൈര്യത്തോട് പറഞ്ഞാട്ടെ, സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാൽ അതിനൊരു പ്രതിഫലമുണ്ട്. യെസ്, അതിനൊരു വിലയുണ്ട്. അതിന് ഒരു സ്തോത്രം പറഞ്ഞാൽ പോലും അതിനെന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. അങ്ങനെയൊക്കെ ഒരു സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സ്തോത്രം എന്ന പദം മലയാളത്തിൽ വരുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. സ്തോത്ര എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് സ്തോത്രം എന്ന പദം വരുന്നത്. എന്നാൽ എബ്രായ ഭാഷയിൽ സ്തോത്രത്തിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം യാദ എന്ന പദമാണ്. യാദ, YADAH, യാദ എന്ന എബ്രായ പദത്തിൽ നിന്നാണ്. ഈ പദം ഉണ്ടായിരിക്കുന്നത് എബ്രായ ഭാഷയിലെ 3 അക്ഷരങ്ങളിൽ നിന്ന്. നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. എന്താണ് സ്തോത്രവും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. 3 അക്ഷരങ്ങളിൽ നിന്ന്. 10ാമത്തെ അക്ഷരം യോദ് എന്ന അക്ഷരമാണ്. ശ്രദ്ധിക്കണമേ. 10ാമത്തെ എബ്രായ അക്ഷരമാലയിലെ 1ാമത്തെ അക്ഷരം ആലിഫ് അല്ലേ? പിന്നെ ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹേ, ഇങ്ങനെ പോകും. 10ാമത്തെ അക്ഷരം യോദ് എന്ന അക്ഷരമാണ്. 10ാമത്തെ അക്ഷരമായ യോദ്. അത് കഴിഞ്ഞ് 4ാമത്തെ അക്ഷരമാണ് ദാലത്ത്. 4ാമത്തെ അക്ഷരം ദാലത്ത്. 5ാമത്തെ അക്ഷരം ഹേ. യോദ്, ദാലത്ത്, ഹേ. ഈ 3 അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് യാദ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. യാദ എന്ന പദമാണ് എബ്രായ ഭാഷയിൽ സ്തോത്രത്തിന് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാം. 10ാമത്തെ അക്ഷരമായ യോദിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ജ്ഞാനമെന്നാണ്. സ്തോത്രം. ഈ പ്രാചീന ലിപികൾക്ക് അക്ഷരം എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ചിഹ്നങ്ങളോ പടങ്ങളോ ഉണ്ടാകും, പിക്ചറുകളുണ്ടാകും. ഇപ്പം യോദ് എന്ന പടത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന. ദൈവത്തിൻ്റെ ജ്ഞാനം. യോദ് കഴിഞ്ഞ് വരുന്നത് ദാലത്താണ്. ദാലത്ത് എന്ന ആ അക്ഷരം കാണിക്കുന്നൊരു പടമുണ്ട്. അത് കൂടാരവാതിലാണ്. ഹേ എന്ന 5ാമത്തെ അക്ഷരം കാണിക്കുന്നത് ദൈവീക സാന്നിധ്യമാണ്. ഇപ്പോൾ നമ്മൾ സ്തോത്രമെന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അർത്ഥം ഞാനൊന്ന് പറയാം. 1, ദൈവത്തിൻ്റെ ജ്ഞാനം. 2, ഒരു വാതിൽ. 3, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ ജ്ഞാനം, ഒരു വാതിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാദ എന്ന സ്തോത്രത്തിന് പകരമുള്ള എബ്രായ ഭാഷയിലെ വാക്ക് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവ സാന്നിധ്യത്തിൻ്റെ വാതിലിനകത്തേക്ക് പ്രവേശിക്കുക. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽ അവിടെ ഒന്നുണ്ട് ദൂത് പറയാൻ. ദൈവപൈതൽ, നീ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ആലയത്തിനകത്താണെങ്കിലും, വീടിന് വെളിയിലാണെങ്കിലും, വീടിന് പുറത്താണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, പഠന മേഖലയിലാണെങ്കിലും, നീ യാത്രയിലാണെങ്കിലും, സ്തോത്രമെന്ന പദം പറഞ്ഞു കഴിയുമ്പോഴേക്കും നീ പ്രവേശിക്കുന്ന ഒരു ഇടമുണ്ടെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൽ പറയാം. നീ പ്രവേശിക്കുന്നത് മറ്റെങ്ങുമല്ല, നീ പ്രവേശിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അകത്തേക്കാ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ദൈവാസന്മാർ ഈ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് സ്തോത്രം സ്തോത്രം നമ്മൾ വിചാരിക്കുന്നുണ്ടോ സ്തോത്ര. ഞങ്ങൾ കായംകുളത്ത് നമ്മുടെ റിലേറ്റീവ് അപ്പച്ചനുണ്ട്. പുള്ളി എപ്പം വാതറം സ്തോത്രം 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 സ്തോത്രം. എന്തോ അവിടെ സംഭവിക്കുന്നേ? കുറെ സ്തോത്രം കേൾക്കുമെന്നല്ല. പറഞ്ഞേട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ജ്ഞാനം ഇറങ്ങുന്ന ഇടം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഇടം, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന ഇടം, അതിന്റെ ആ എൻട്രിക്കകത്തേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മനിറവിൽ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. പ്രിയ ദൈവവേദലേ, പ്രിയ യൗവനക്കാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, അവൻ ഈ ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മെ മലീമസപ്പെടുത്തുന്ന, അവൻ നമ്മെ ദൈവത്തിൽ നിന്ന് പുറകോട്ടടിക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഏത് ശക്തി കടന്നു വന്നാലും, ഏത് പ്രതികൂലം കടന്നു വന്നാലും നിനക്കൊറ്റ വഴിയേ ഉള്ളൂ. ഒരു സ്തോത്രം പറഞ്ഞാൽ, ഒരു സ്തോത്രം പറഞ്ഞാൽ, ഒരു സ്തോത്രം ഹൃദയത്തിന്റെ അകത്തുനിന്ന് പറഞ്ഞാൽ പിന്നെ നിന്നെ തൊടാൻ ഈ ഭൂമിയുടെ അകത്ത്, ഈ ഭൂമിയിലുള്ള ഒരു അന്ധകാര ശക്തികൾക്കോ വാഴ്ചകൾക്കോ അവൻ ആഭിചാരങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ കഴിയുകയില്ല. നീ പ്രവേശിക്കുന്നത് ദൈവ സാന്നിധ്യത്തിനകത്ത്. അതുകൊണ്ട് ഇന്നു മുതൽ സ്തോത്രം പറയുമ്പോൾ ആത്മാവിൽ പറഞ്ഞോണം. ദൈവം നമ്മോട് സംസാരിക്കുക കേട്ടോ. നമ്മുടെ വഴിയൊക്കെ എവിടെയെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ, ശത്രു എവിടെയെങ്കിലും പിടുത്തവിടാൻ സാധ്യതയുണ്ടെങ്കിൽ, തകർക്കാൻ അവൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഹല്ലേലൂയ ദാവീദ് പറയുക, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, അവൻ അത്യുന്നതനായ യഹോവയ്ക്ക് ഞാൻ സ്തോത്രം പാടും. സ്തോത്രം പാടണം. അവൻ ഈ സ്തോത്രം പാടാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയെന്ന തിരുവചനത്തിൽ നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു. സ്തോത്രത്തെക്കുറിച്ച് ചില ചിന്തകളാണ് ഇന്ന് പകൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കും. ഇനി എബ്രായ ഭാഷ കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ, യവനായ ഭാഷയിൽ സ്തോത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം യൂക്കാരിസ്റ്റിയ എന്നാണ്. യൂക്കാരിസ്റ്റ് എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. യൂക്കാരിസ്റ്റിയ, അതിലെ രണ്ട് പദങ്ങൾ ചേർന്ന, രണ്ട് മൂലപദങ്ങൾ ചേർന്നാണ് യൂക്കാരിസ്റ്റിയ ഉണ്ടായിരിക്കുന്നത്. യു എന്ന ഗ്രീക്ക് പദം ഉദ്ദേശിക്കുന്ന അർത്ഥം നല്ലത്, വളരെ നല്ലതെന്നാണ്. ഖരിസ്മോ എന്ന ഗ്രീക്ക് പദം ഉദ്ദേശിക്കുന്നത് ധാരാളമായി കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ സ്തോത്രം എന്ന പദത്തിന് യവനായ ഭാഷയിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ധാരാളമായി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന നന്ദി എന്നാണ് അതിനെ വിവർത്തനം ചെയ്യുന്നത്. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അതൊട്ടും പിശുക്കിയല്ല, ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഏതെങ്കിലും പ്രേരണയാലല്ല, ധാരാളമായി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ഒന്നാണ് സ്തോത്രം. പഴയ നിയമം പഠിച്ചാൽ ലേവ്യ പുസ്തകത്തിലേക്കൊന്ന് വരാം. 7-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. മതി നോക്കണം. അവിടെ സമാധാന യാഗത്തിന്റെ പ്രമാണത്തെ കുറിച്ച് പറയുക. പലവിധമായ യാഗങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ സമാധാന യാഗം അർപ്പിക്കുമ്പോൾ എങ്ങനെ അർപ്പിക്കാം? സ്തോത്രയാഗമായി അർപ്പിക്കാം. പക്ഷെ അവിടെ വസ്തുക്കൾ വേണം. അതാണ് ഇതിരിക്കുന്നത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ സ്തോത്രയാഗത്തോടുകൂടി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകൾ, എണ്ണ ചേർത്ത കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകൾ, ഇങ്ങനെയായിരുന്നു പഴയ നിയമ പ്രമാണം സ്തോത്രം എങ്ങനെ അർപ്പിക്കണമെന്നുള്ളതിന്. എന്നാൽ അതേ പഴയ നിയമത്തിൽ തന്നെ ഹോശിയ പ്രവചനത്തിലേക്കൊന്ന് വരാം. 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. പഴയ നിയമകാലത്തിൽ യാഗവസ്തു ഉണ്ടായിരുന്നു, യാഗമൃഗങ്ങളുണ്ടായിരുന്നു, വിവിധ യാഗങ്ങൾക്ക് വിവിധ രീതികൾ, അതിൻ്റെ ചിട്ടകൾ, ക്രമീകരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇവിടെ പിറകെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുക, സ്തോത്രം എന്നതൊരു യാഗം കൂടെയാ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നെങ്കിൽ അത് ചെറിയൊരു യാഗമല്ല, അത് ശക്തിയുള്ള യാഗമാ. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. വചനം പറയാം, അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും.
ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, ഞാനും നിങ്ങളും സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. ഏത് ബലഹീനതയിലും തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ഹല്ലേലൂയ. പ്രിയ പൈതലേ, പ്രിയ യുവാവേ, യുവതിയെ, ആമേൻ ഹല്ലേലൂയ, മാതാവേ, പിതാവേ, നീ ബലഹീനനായിരിക്കുന്നു, ശക്തി കുറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ മുതൽ ആത്മാവിലൊന്ന് ചെയ്തു നോക്ക്. നീ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ. അവൻ അവസ്ഥ മാറും. വചനം പറയാ, അത് അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന യാഗമായിരിക്കുന്ന കാളകളാണ്. കാളകൾ ബലമുള്ള മൃഗമാണ്, ശക്തിയുള്ള മൃഗമാണ്, അവൻ ആരോഗ്യമുള്ള മൃഗമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അവൻ എത്ര ക്ഷീണിതനെങ്കിലും, എത്ര കിടപ്പിലാണെങ്കിലും, എത്ര വേദനയുള്ളവരാണെങ്കിലും, എത്ര ബലഹീനരാണെങ്കിലും സ്തോത്രം പറഞ്ഞു തുടങ്ങിയാൽ അവൻ അവസ്ഥയെ മാറ്റാൻ കഴിയും. ഒന്ന്, ദൈവസ്ഥാനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. രണ്ട്, ആമൻ ദൈവത്തിന് ധാരാളമായി നൽകേണ്ട. മൂന്ന്, ആമൻ സ്തോത്രം നാം കേട്ടല്ലോ ശക്തിയുള്ളതാണ്. ആമൻ സ്തോത്രം എബ്രായ ലേഖനം ആമൻ 13:15 വാക്യം ഇങ്ങനെ എഴുതി, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ആമൻ ഇന്ന് പകലിൽ ദൈവസ്ഥനിലായിരിക്കുക ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ പറയാം, നീ എവിടെയായിരുന്നെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ആമൻ സ്തോത്രം ആരാധനയ്ക്ക് പോകാൻ സമയമില്ലെന്ന് പറഞ്ഞ്, അല്ലെ ദൈവത്തിന്റെ വചനം വായിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ്, ആമൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ്, ആമൻ ദൈവത്തിന്റെ സ്ഥാനത്തിൽ നിന്ന് അകന്നിരിക്കാൻ നിനക്ക് കഴിയത്തില്ല. പുതിയ നിയമത്തിൽ വചനം പറയുകയാ, അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പുതിയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. ഇത് അധരത്തിൽ നിന്ന് പുറപ്പെടുന്നൊരു ഫലമാണ്. സ്തോത്രം. ഫലം തേടി എങ്ങും പോകണ്ട, ഇത് അധരത്തിൽ നിന്ന് പുറപ്പെടുന്നൊരു ഫലമാണെന്ന് വചനം പറയുന്നു. ഇങ്ങനെ സ്തോത്രം പറഞ്ഞാലുള്ള അനുഗ്രഹങ്ങൾ എന്താ? കേൾക്കണം. സ്തോത്രം ശ്രദ്ധിക്കണമേ. സ്തോത്രത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ എന്താ? അവൻ ഒത്തിരി വേദഭാഗങ്ങൾ എൻ്റെ മുൻപിലുണ്ട്, അവൻ വായിക്കാൻ സമയമില്ല. എങ്കിലും ചിലത് വേഗത്തിൽ ഓർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കും. 1 കൊരിന്ത്യർ ലേഖനം ആമൻ 15:57 വാക്യം വായിക്കാം. നമുക്ക് ജയം നൽകുന്ന ഒന്ന്, നീ തോറ്റുപോകുന്നു പറയുന്നിടത്ത് ജയം തരുന്നതാണ് സ്തോത്രം. നന്ദി പറയാമോ? ഹല്ലേലൂയ. ഇന്ന് ഇവിടുത്തെ ഈ ആരാധനയിൽ സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. വചനം പറയാൻ, നമുക്ക് ജയം നൽകുന്ന ഈ സ്തോത്രത്തിന് ശക്തിയുണ്ട്. സ്തോത്രത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. പ്രിയ ദൈവവേദനെ, നീ തോറ്റുപോകുമെന്ന് പിശാച് വാദിക്കുന്ന അവൻ മണ്ഡലങ്ങളുടെ നടുവിൽ, അവൻ നീ തോറ്റുപോകുമെന്ന് അവൻ അടിവരയിട്ട് എഴുതി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ അവൻ സ്തോത്രം, നീ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ വചനം പറയുന്നു, ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പറയാനിടയാക്കും. ഈ സ്തോത്രം തോക്കുന്നിടത്ത് പറയുന്നതല്ല, അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സ്തോത്രം പറഞ്ഞാൽ നീ തോറ്റു പോകത്തില്ല. ആമൻ. ഈ വചനം എടുത്തവരാരും തോറ്റുപോയിട്ടില്ല. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തോൽക്കുമെന്ന് ആരൊക്കെ പറഞ്ഞേക്കാം. അവൻ നീ പരാജയപ്പെട്ടു പോകുമെന്ന് പലരും പറഞ്ഞേക്കാം. അവൻ നിന്റെ പ്രിയപ്പെട്ടവർ തന്നെ പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ സ്തോത്രം പറഞ്ഞാൽ, നീ സ്തോത്രം പറഞ്ഞാൽ നിനക്കവിടെ ജയം തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രത്തിലുള്ള അനുഗ്രഹങ്ങളാ. അവൻ 2 കൊരിന്ത്യർ ലേഖനം 2:14 വാക്യത്തിലും ആമൻ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്. സ്തോത്രത്തിന്റെ പ്രത്യേകത, നിനക്ക് മൾട്ടിപ്പിൾ എൻട്രിയാ. എവിടെയും പോകാൻ പറ്റും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നിന്നെ എല്ലായിടത്തും എത്തിക്കത്തില്ലെന്നും, നിന്റെ അതിരുകളെ വിശാലമാക്കത്തില്ലെന്നും, നിനക്കൊരു വഴി തുറക്കത്തില്ലെന്നും, നിനക്കൊരു വാതിൽ തുറക്കത്തില്ലെന്നും പറഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെട്ടിയടച്ചിരിക്കുന്ന മേഖലകളെ പൊളിക്കാൻ കഴിയുന്ന ദൈവം നൽകിയിരിക്കുന്ന അധരാർപ്പണമാണ് സ്തോത്രം. അവൻ പൗലോസ് പറയും, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന, അല്ലേ? പൗലോസ് ആരുടെ മുമ്പിലാണ് പോവാതിരുന്നേ?
ഹല്ലേലൂയ. കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന് വാഗ്ദത്തം കിടക്കുക. പക്ഷേ അവൻ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ അവനെ പലരെ വിസ്തരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവനെതിരെ പല കുരുക്കുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അവർ രാജാവിന്റെ മുൻപിൽ നിന്നു, ഗവർണറുടെ മുമ്പിൽ നിന്നു, ഫെലിക്സിന്റെ മുമ്പിൽ നിന്നു, ഫെസ്തോസിന്റെ മുൻപിൽ നിന്നു, അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നു. പൗലോസ് അവൻ ജീവിതത്തിൽ അവൻ സ്തോത്രം എങ്ങും എത്തില്ലെന്ന് വാദിച്ച് അവനെ കൊന്നുകളെ ശപഥമെടുത്തവരുണ്ട്. എന്നാൽ പൗലോസ് പറയും, അല്ല, എല്ലായിടത്തും ഞങ്ങളെ എത്തിച്ചൊരു ദൈവമുണ്ട്. കപ്പൽ തകർച്ചയ്ക്ക് മുൻപേ ആമൻ ഇറ്റലിയിലേക്ക് പോകാൻ കൽപ്പനയായപ്പോൾ ആമൻ സ്തോത്ര യാത്ര പുറപ്പെടുമ്പോൾ തന്നെ പ്രതികൂല കാറ്റടിച്ചതാ. ആമൻ ഹല്ലേലൂയ. ഈശാനമൂലൻ അടിച്ചതാ. സമ്മതിക്കാത്ത പ്രതിസന്ധി. ആമൻ എങ്ങും എത്തിച്ചേരത്തില്ലെന്ന് പറഞ്ഞ് വഴിയിൽ നേരിട്ടതാ. എന്നാൽ പൗലോസ് പറഞ്ഞു, അല്ല, എന്റെ ഉടയവന് ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ആ ദൈവത്തിന്റെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുള്ളവർ ഞാൻ നിനക്ക് ദാനം നൽകിയിരിക്കുന്നു. അടുത്ത തുറമുഖത്ത് മെലിത്തയിലെത്താൻ കാരണമെങ്കിൽ അതേ പൗലോസ് പറയുക, എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന. അപ്പം പൗലോസ് ഒരിടത്തും തോറ്റിട്ടില്ലെന്ന്. കാരണം എന്താ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഒന്ന് സ്തോത്രം ചെയ്യുന്ന ശബ്ദം അല്ലെങ്കിൽ ഹല്ലേലൂയ പറയുന്ന ശബ്ദം കേട്ട് മതം പൊട്ടി വരുന്ന ആന വരെ തിരിഞ്ഞു പോയിട്ടുണ്ട്. പണ്ടുള്ള ഭക്തന്മാരുടെ സ്തോത്രത്തിന് ആ പവർ ഉണ്ടായിരുന്നു, ആ ശക്തി ഉണ്ടായി. കാരണം എന്താ? അവരിൽ വ്യാപരിച്ചൊരു ദൈവശക്തി. ഇന്ന് പകൽ ആത്മാവിൽ ആ ഭാഗം പറഞ്ഞ മുൻപോട്ട് പോകുക. ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ പറയാൻ, ദൈവവേദനെ, നിനക്കെതിരെ മതം പൊട്ടി വരുന്ന, നിനക്കെതിരെ പ്രതികൂലമായി നിൽക്കുന്ന, അവൻ പ്രതിസന്ധിയായി നിൽക്കുന്ന അതേത് ശക്തിയാകട്ടെ, അതേത് വ്യാപാരമാകട്ടെ, അതേത് ദുഷ്ടാത്മ ശക്തിയാകട്ടെ, നീ ആത്മാവിൽ സ്തോത്രം പറഞ്ഞാൽ അവൻ നീ ആയിരിക്കുന്ന മേഖല ഏതാണെങ്കിലും എല്ലായിടത്തും നിനക്ക് വിജയമുണ്ട്. ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, സ്കൂളിൽ പോകുമ്പോഴും, അവൻ കോളേജിലായിരിക്കുമ്പോഴും, ജോലി സ്ഥലത്തും, നീ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും നിനക്ക് വിജയം തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം ജയം തരുന്ന ഒന്നാമത്തെ അനുഗ്രഹം. അവൻ രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അവൻ 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1:4 വാക്യം വായിച്ചാട്ടെ. ആമേൻ. പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുക, ഞാൻ നിങ്ങളെ കുറിച്ച് എപ്പോഴും ദൈവത്തിന് ഈ സ്തോത്രം നമുക്ക് വേണ്ടി മാത്രം പറയാനുള്ളതല്ല, മറ്റുള്ളവരെ ഓർത്തും എന്ത് ചെയ്യണം? പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യണം. ആ സ്തോത്രത്തിന് എന്ത് ശക്തിയാ? അല്ലെങ്കിൽ പൗലോസ് അത് പറയോ? നിങ്ങളെ ഓർത്ത് ഞാൻ 4 കുറ്റം പറയുന്നതാണോ? അല്ല, നിങ്ങളെ ഓർത്ത് സ്തോത്രം. ഫിലിപ്പി ലേഖനത്തിലും തുറന്നുള്ള ഒത്തിരി ലേഖനത്തിലുമുണ്ട്. ആമേൻ. നിങ്ങളെ ഓർത്ത് ഇടവിടാതെ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ഫിലിപ്പി ലേഖനം 4:6 വാക്യോടെ വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കാം. പൗലോസ് പറയും, ഒന്നിനെ കുറിച്ചും നമുക്ക് കാണാപ്പാട് അറിയുന്ന വേടാ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട്. ഇതിൻ്റെ അർത്ഥം ഇതാ, ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാം. അപ്പോൾ ഒന്നും കൂടെ വിശദമാക്കി പറയാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ഏതാവശ്യവും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. കിട്ടിയതിനായിട്ട് സ്തോത്രം ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായില്ല? ഓൺ ദ വേ ആയിരിക്കാം, കിട്ടിയില്ലായിരിക്കാം, ഡെലിവർ ആയിട്ടില്ലായിരിക്കാം, പാക്ക് ചെയ്തിട്ടേ ഉള്ളായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യാമോ? ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളായിരിക്കാം. കർത്താവ് പറയാം, വിചാരപ്പെടണമെന്നേ, പക്ഷെ സ്തോത്രം ചെയ്യണം. നമ്മൾ വിചാരപ്പെട്ട് സ്തോത്രവും ഇല്ല, പാട്ടുമില്ല, ആരാധനയില്ല. പക്ഷെ കർത്താവിൻ്റെ വചനം പറയാം, സ്തോത്രം ചെയ്യാൻ തയ്യാറാണോ? നിന്റെ നന്മ കരങ്ങളിലെത്തും. അവൻ ഇതേ സ്തോത്രമാണ് കർത്താവ് കർത്തൃമേശയിലേക്ക് വരുമ്പോൾ, പെസഹയിലേക്ക് വരുമ്പോൾ, അവൻ സ്തോത്രം ശിഷ്യന്മാരോട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ പറയാ, അവൻ അപ്പമെടുത്ത് കരങ്ങളെടുത്ത് സ്തോത്രം ചൊല്ലി. പൗലോസ് പറയുക, ഞാൻ കർത്താവിനെ പ്രാപിക്കും, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം കരങ്ങളിലെടുത്തു, സ്തോത്രം ഒന്നുമല്ല പറഞ്ഞു, സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ നമ്മളൊന്നും തിരിച്ചറിയണം. ആ സ്തോത്രത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി, ആ സ്തോത്രത്തിൽ
വിജയമറിയുന്നു. ആ സ്തോത്രത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അറിയുന്നു.